ഇന്ന് നമ്മൾ പെർഫെക്റ്റായിട്ട് ഒരു കുർത്തി കോളർ എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് ഞാനൊരു 16 ഇഞ്ചിൻ്റെ ഒരു പേപ്പറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വീതി വരുന്നത് 5 ഇഞ്ചാണ്. ഓക്കെ, എന്നിട്ട് നമ്മളത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫോൾഡിങ്ങിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു കോളറിൻ്റെ മെഷർമെൻറ്റ് ഒരു 21 ഇഞ്ചാണ് നെക്ക് റൗണ്ട് ചെയ്യുന്നത്. 21 ഇഞ്ചിൻ്റെ നെക്ക് റൗണ്ടുള്ള ഒരു കുർത്തിയുടെ കോളറാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വരച്ചു കൊടുക്കുന്നുണ്ടോ, 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അത് വരച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതൊന്നും ആവശ്യമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ എഡ്ജിലേക്ക് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ എഡ്ജിലേക്ക് ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് അങ്ങനെ വരച്ചിട്ടേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത് അലവൻസ് ഇട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്യും. ഞാനിപ്പോൾ അലവൻസ് ഇല്ലാണ്ടാണ് കേട്ടോ ഇടണേ. നമ്മൾ ആ കോർണറിൽ നിന്ന് ഒരു 2 ഇഞ്ച് കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്ട്രെയിറ്റായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫോൾഡിങ് ഉണ്ടോ, ആ ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ ജസ്റ്റ് ഡ്രോ ചെയ്ത് നമ്മുടെ എൻഡിലേക്ക് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കർവ് അങ്ങനെയാണ് വരുന്നത്. പെർഫെക്റ്റ് കർവിന് വേണ്ടിയിട്ടാണ് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ കോളറേ. ഒരു ഇഞ്ചാണ് ഇപ്പോൾ എൻ്റെ കുർത്തി കോളറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. 1 ഇഞ്ചാണ് മിക്കവാറും വരാറ്. അപ്പോൾ 1 ഇഞ്ചാണ് ഞാനതിൻ്റെ വീതി എടുക്കുന്നത്. നിങ്ങൾക്കതിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 ഇഞ്ച് എടുക്കണമെങ്കിൽ അതെടുക്കാം. ഇനി അത് 1.25 ഇഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, അതിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കോളറിൻ്റെ വീതി കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ ഡോട്ട് ഇട്ടിട്ട് അത് 1 ഇഞ്ച് ഫുള്ള് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ച് തന്നെ വെച്ച് എല്ലായിടത്തും മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 3/4 ഇഞ്ചാണെങ്കിൽ ആ 3/4 ഇഞ്ച് തന്നെ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ നോക്കിക്കോളൂട്ടാ, 10.5 കിട്ടുന്നുണ്ടോ നോക്കിക്കോ. ഹാഫ് 10 ആകുമ്പോൾ അപ്പുറത്തും 10.5 ഇഞ്ച് വരും. അപ്പോൾ ടോട്ടലി 21 വരും. നെക്ക് റൗണ്ട് 21 ഒരു സ്റ്റാൻഡേർഡ് കുർത്തി കോളറിൻ്റെ നെക്ക് റൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മെഷർമെൻറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ആ എൻഡിൽ ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കർവ് ഷേപ്പ് കണ്ടോ. നമ്മുടെ കുർത്തി കോളറിനെ കാണാറില്ലേ, ഫ്രണ്ടിലൊരു നല്ലൊരു കർവ് ഷേപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി അത് നമ്മൾക്ക് പെർഫെക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പെർഫെക്റ്റായിട്ട് നമ്മൾക്ക് അത് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും ചെയ്തു തരാം കേട്ടോ. എനിക്ക് ടൈമുള്ള പോലെ ഞാൻ ചെയ്തു തരാം. കണ്ടോ, നമ്മുടെ പെർഫെക്റ്റായിട്ടുള്ള കുർത്തി കോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.